102 വയസ്സായി വല്യമ്മ കേട്ടോ ഈ കിടക്കുന്നത്. ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമുക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. എൻഗേജ്മെൻറ്റ് മാത്രമല്ല ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ എൻഗേജ്മെൻറ്റാണ് പോണത്. നേരം വൈകിട്ടാട്ടോ പോണത്. പോണ വഴിക്കാണ് ഇത് കണ്ടത്. ഇതെന്താ വെച്ചാൽ നമ്മളെ മെയിൻ റോഡിലായിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഫുള്ള് തീ പിടിച്ചിട്ട്, ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ വണ്ടിയൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടാട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. നോക്കുമ്പോൾ ഫുള്ള് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫയർഫോഴ്സൊക്കെ വന്നിട്ട് അത് അണക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പോയി. ഇന്ന് നമ്മുടെ അവിടുത്തെ പള്ളിപ്പെരുന്നാളായിരുന്നു കേട്ടോ. ശനി ഞായറാഴ്ചയാണ് നമ്മളിത് പോണത്. ഞായറാഴ്ച ആയിട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ടൈം എടുക്കും, എന്തായാലും 2 ദിവസം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ മാമാടെ വീട്ടിലേക്ക് കേട്ടോ പോണത്. അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. 2 മാമാരാണ് എനിക്കുള്ളത്. എൻ്റെ മാമ എന്ന് പറയുമ്പോൾ ഇക്കാടെ മാമ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ എൻ്റെ ഇക്കാടയിൽ നിന്ന് വേർതിരിച്ച് പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ ഫാമിലി, ഇക്കാടെ ഫാമിലി, അങ്ങനെ ഓരോരുത്തരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് ഇക്കാടെ മാമ, ഒരു മാമ, ചെറിയ മാമ, ഒരു മാമ ഗൾഫിലാട്ടോ. അപ്പോൾ അവരപ്പുറത്തായിട്ടാണ് ഇവർ വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മാമ, അത് മാമയുടെ ഭാര്യ, മാമി. അവർക്ക് 3 മക്കളാണ്. ഒരാൾ ജർമ്മനിയിലാണ്, 2 ആൾ പഠിക്കേണ്ടോ. ഇത് അപ്പുറത്തെ മാമയുടെ വീട്. അവിടുത്തെ മാമ ഗൾഫിലാണ്. ഇത് പിന്നെ ഉമ്മ, പിന്നെ ഇത്തമ്മ എന്നാണ് ഉമ്മയുടെ അനിയത്തി. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോണത് നിശ്ചയത്തിന്. അപ്പുറത്തെ ആൾക്കാർ വെച്ചാൽ അപ്പുറത്തെ മാമിയും മക്കളും എല്ലാവരും കൂടിയിട്ട് പോണത് വേറെ കല്യാണത്തിന്. അപ്പോൾ ഞങ്ങൾ എൻഗേജ്മെൻറ്റിനും അവർ കല്യാണത്തിനും അങ്ങനെ കേട്ടോ പോണത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇത് ഉപ്പപ്പാടെ ഫാമിലിയാണ് കേട്ടോ. വെച്ചാൽ ഇക്കാടെ ഉപ്പാടെ ഉപ്പാടെ ഏട്ടൻ്റെ മോൾ, അങ്ങനെ ആരൊക്കെയോ ആണ്. കറക്റ്റ് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ഈ കാണുന്ന ആളില്ലേ, ഇതൊരു ആക്ടറാണ്, ചെറിയ ആക്ടറാണ്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഞാനൊരു ഐസ്ക്രീം തിന്നു കേട്ടോ. ഇനിയിപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി കിട്ടിയില്ലെങ്കിലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിപ്പോൾ നോക്കുമ്പോൾ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാദാ ചോറാണ് പറഞ്ഞത്. എന്തോ ബീഫ് ബിരിയാണി അങ്ങനെ എന്തോ ആയിരുന്നു. ഞാൻ പരമാവധി ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ സാദാ ചോറാണ് കഴിക്കാൻ. എനിക്കിത് ഫുള്ളൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് കഴിച്ചു ഞാൻ. മീൻകറി, കാബേജ് ഉപ്പേരി, പപ്പടം, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് കഴിച്ചപ്പോൾ അതിലിടയ്ക്ക് മാമ വന്നിട്ടുണ്ടായിരുന്നു. എന്താ വേണ്ടി, നിനക്ക് എന്താ വേണ്ടി, നീ എന്താ ബിരിയാണി തിന്നാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അവിടെ നിന്ന് എണീറ്റു. അപ്പോൾ നമ്മളിത് ഫാമിലി ഉണ്ടല്ലോ, കുറേ പേരിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് ആരാന്ന് ചോദിച്ചാലൊന്നും എനിക്കറിയില്ല. കാരണം ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരും ഇന്ന ആൾക്കാരാന്നൊക്കെ. പക്ഷെ എനിക്കിത് ആരാണ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. ചിലപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടാവും. കുറേ പേര് ഞാൻ പോയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ കാണുന്നുണ്ട് വിവരങ്ങളെല്ലാം അങ്ങനെ അറിയണ്ടെന്നൊക്കെ പറയാൻ ഇപ്പം എനിക്ക് നല്ല സന്തോഷമായി കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പോൾ 1-2 വട്ടമായി പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരിങ്ങനെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിവരങ്ങളൊക്കെ അറിയാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഫാമിലിയാണ് കേട്ടോ. പക്ഷെ ഇത് ആരാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാനൊക്കെയും കൂടിയിട്ട് അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ കിച്ചണിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. കലവറ അങ്ങനെ എന്തോ അല്ലേ പറയാം നമ്മളിതിനെ, കല്യാണരാമ സിനിമയിൽ അങ്ങനെ എന്തോ ഇത് പറയാറില്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഉമ്മമ്മാനെ കാണാൻ പോയിട്ടാണ്. ഉമ്മമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മച്ചി, ചിലർ വല്യമ്മ എന്നൊക്കെ പറയും. ഞാൻ വല്യമ്മ എന്ന് പറയാം. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഉമ്മമ്മാടെ, ഇക്കാടെ ഉമ്മയുടെ ഉമ്മയാണ്. 100 വയസ്സിന് മുകളിലുണ്ടാവും ഈ വല്യമ്മക്ക് പ്രായം കേട്ടോ. ഇപ്പോൾ കുറച്ച് കാലം മുന്നൊക്കെ ഇങ്ങനെ എണീച്ച് നിൽക്കുക, പിന്നെ ഫുഡ് കഴിക്കുന്ന എന്നൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു. ഇപ്പം എന്നൊന്നും ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ആളിങ്ങനെ ഒരു കിടപ്പാണ്. ഇത് മാമ, ഇത് ഉമ്മമ്മയുടെ ആങ്ങള. എവിടെ എന്നെ കണ്ടാലും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഓടി വന്നിട്ട് എൻ്റെ വിശേഷങ്ങൾ ചോദിക്കും. ഇത് മാമി എന്നെ കളിയാക്കാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ വീഡിയോ ഒന്ന് മാമാനെ കണ്ടു, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കണ ഒരു വീഡിയോ ആണ് ഇട്ടത്. ഇതെന്താ വെച്ചാൽ ഇത് മാമി, ഇത് മാമി. എനിക്ക് ചെറിയൊരു സൗണ്ടിന് പ്രശ്നമുണ്ട്. ഇത് മാമി, ഇതാണ് മറ്റേ മാമി, അപ്പുറത്തെ മാമി, ഗൾഫിലുള്ള മാമാടെ മാമി. അപ്പോൾ ഇവർ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നു കേട്ടോ. മാമിക്ക് 3 മക്കളാണ്, 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. ഷാനി മോള്, അങ്ങനെ മാമിയുടെ മോള്, പിന്നെ 2 ആൺകുട്ടികളുണ്ട്. ഇത് മോമൂസ് മാമിയുടെ മോന്, ചെറിയ മോനിട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നിൽക്കുകയാണ് കേട്ടോ. ഇത് ജാതിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ പച്ചയ്ക്ക് തിന്നാൻ വേണ്ടി പൊട്ടിച്ചതാട്ടോ. നോക്കുമ്പോൾ ഞാനത് വേറെ ഫോട്ടോ എടുക്കാനുള്ള ഒരു തിരക്കിൽ ഞാനത് അവിടെ വെച്ചു. ഈ വീഡിയോ കാണുമ്പോഴോ മാമി വിചാരിക്കുന്നുണ്ടാവോ ഇത് നീയാണല്ലേ പൊട്ടിച്ചെന്ന് മാമി കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. അത് ഞാൻ അവിടെ കാർ പോർച്ചിൽ സൈക്കിളിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് കൂട്ടി തിന്നാന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. പക്ഷെ അതൊക്കെ പിന്നെ ഞാൻ വരുന്ന ടൈമിൽ അത് ഞാൻ മറന്നുപോയി, എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതവിടെ വെച്ച്
വെച്ചിട്ടുണ്ട്. മാമി കണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെക്കണം. ഇനിയിപ്പോൾ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല, അത് ഉണങ്ങി പോകലോ അല്ലേ. അങ്ങനെ ഇതെന്താ വെച്ചാൽ ഇത് ഈ ബാഗ് തുറക്കാൻ പറ്റാണ്ട് കുറേ ഇടങ്ങറായി. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ നല്ല ഇതായിട്ട് വെച്ചാൽ ഇത്തമ്മക്ക് പോവാനുള്ള സമയം. ഇത്തമ്മ വെച്ചാൽ ഇന്ന് നിൽക്കണമെന്നില്ല. ഇത്തമ്മ പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഉമ്മയുടെ അനിയത്തി ഇത്തമ്മ ചാവക്കാടാണുള്ളത് കേട്ടോ. അപ്പോൾ ഇത്തമ്മാനെ കൊണ്ടാക്കണം. അപ്പം ഞങ്ങൾ നേരെ വല്യമാനൊക്കെ കണ്ടിട്ട് നേരെ അപ്പോൾ ഇവരും വന്ന് കയറണുള്ളൂ കേട്ടോ. ഇവർ കല്യാണത്തിന് പോയിട്ട് ഇവരും ആ ടൈമിൽ തന്നെയാണ് ഇവർ വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പുറത്തു നിന്ന് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഇക്കത് കളിയാക്കുകയാണ്, എന്താ നിൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ നോക്കട്ടെ തുറന്നേന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തേക്ക് പോയി. ഇവിടെ കുറച്ച് പേര് ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ ഇപ്പുറത്തേക്ക് മാമി ചായയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഇത് ഉമ്മമ്മി പപ്പയാണ്. പപ്പക്ക് കാലം കൊണ്ടൊക്കെ ഇങ്ങനെ വയ്യാത്തൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇത് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മാമി ചായയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നതല്ലേ ചേച്ചി, മാമി ചായ കൊണ്ടുവന്നു. അപ്പോൾ അത് അവിടെ ഇരുന്ന് കുടിച്ചു. ഇപ്പോൾ ഇവരൊക്കെ കൂടി ഇങ്ങനെ ഫോട്ടോ എടുക്കേണ്ട കാര്യങ്ങളും അതൊക്കെ സംസാരിച്ച് എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല രസമല്ലേ. കുറേ നേരം കൂടി ഞങ്ങൾ അങ്ങനെ ഇരുന്ന് സംസാരിക്കാറുണ്ട്. പക്ഷേ അതിനൊന്നും നേരം കിട്ടിയില്ല. ഞാൻ പറയില്ല, ഇത്തമ്മക്ക് പോകേണ്ട ടൈമായി, ബസ്സിന് ടൈമായി. അപ്പോൾ അതുകൊണ്ട് മക്കൾ അവർക്ക് 3 ആൺകുട്ടികളാണ്. നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ഇതുപോലെ 3 ആൺകുട്ടികളാണ്. ഫുൾ ആൺകുട്ടികളാണ്. പെൺകുട്ടികളൊക്കെ ആകും ഒരെണ്ണമൊക്കെ ഉള്ളൂ, കൂടുതലായിട്ട് ആരില്ല. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ചെറിയൊരു ഉണ്ണിയുടെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു മുന്നേ. ഫുള്ളായിട്ട് ലോങ് വീഡിയോ അല്ല, എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവും കേട്ടോ. അപ്പോൾ അതിലുണ്ടാവും ഒരു ഉണ്ണി, ചെറിയൊരു ഉണ്ണി. അതിനുള്ള ബാക്കി എല്ലാതും ആ കുട്ടികളാണ് നമ്മളെ ഇതിൽ ഫാമിലിയിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത്തമ്മക്ക് പോകാനുള്ള ടൈമായിട്ടോ. അപ്പോൾ അതാണ് പോകാനുള്ള യാത്ര പറയണത്. മോമൂസ് ഇവ എന്താ പറയണത് വെച്ചാൽ, ഞാൻ ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ ചെക്കൻ വഴി മാറുന്ന ചെക്കൻ മാറിപ്പോകുന്നു, അങ്ങനെ എന്തോണം അവൻ പറയണം. അപ്പോൾ പണ്ടാണ് അവനെ കളിയാക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകാനുള്ള സമയമായിട്ടോ. അങ്ങനെയൊക്കെ ഞാനും ഉമ്മയും കൂടിയിട്ട് ഇത്തമ്മാനെ വടക്കാഞ്ചേരി ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഉത്രാളിക്കാവിലേക്ക് പോയി. ഉത്രാളിക്കാവ് അമ്പലം ഇവിടെ ഞാൻ എപ്പോഴും അങ്ങനെ പോകണമെന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് ഇത്ര അടുത്തായാലും നമ്മുടെ സ്ഥലങ്ങളെടുത്തായാലും നമ്മളങ്ങനെ പോവില്ലല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ പോയി നിന്ന് ഫോട്ടോയും ഇതൊക്കെ എടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ പോണ വഴി ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത്. മൂവിക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത്. ഞാൻ എന്താണ് ചത്ത പച്ച അങ്ങനെ എന്തോ ഒരു പടമാണ് കേട്ടോ. ഞാനതുപോലെ പടത്തിൻ്റെ പേര് കാര്യങ്ങളാണ് ട്രെയിലർ അങ്ങനെയൊന്നും കാണില്ല. പടം കാണാൻ പോവാ, ശരി പടം കാണാൻ പോയി. ഇത് പടം അങ്ങനെയൊന്നുമില്ല. ചില പടങ്ങൾ ഇങ്ങനെ ഓരോ നമ്മൾ റിവ്യൂ ഒക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ കാണാൻ തോന്നുന്നുണ്ട്, ഞാനങ്ങനെ കാണും. ഇത് ഉപ്പ് സോഡയും ഇതൊന്നും അല്ലാട്ടെ കുടിക്കണത്. ഇത് സാധാ ലെയിം അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ലെയിമാണ്, അതാണ് ഞാൻ ഈ കുടിക്കുന്നത്. പിന്നെ ഞാൻ കയറുന്നതിന് മുന്നേ തന്നെ കുറച്ച് പോപ്കോണ്, പിന്നെ ഒരു കുടിക്കാൻ എന്തെങ്കിലും ഇങ്ങനെ ആപ്പിൾ ഫീസ് ഇല്ലേ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ചില ഇൻ്റർവെല്ലിന് തിരിച്ചിറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ മേടിച്ചിട്ട് പോകണത് കേട്ടോ. അങ്ങനെ മൂവിക്ക് കയറി, കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് കണ്ടിരിക്കാം, നല്ല അടിപൊളി പടമാണ്, കണ്ടിരിക്കാം. ലാസ്റ്റാണ് ട്വിസ്റ്റ്. ഇനിയിപ്പോൾ ഇതിൽ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കാണാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടാവണ്ട. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വേഗം വീട്ടിൽ പോയി. വർക്കിൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിൽ പോയിട്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബായ്.